കല്ലെടുത്ത് അവന്റെ തലമണ്ട നോക്കി എറിയെന്നറിഞ്ഞ് ഇവളെടുത്ത് കൈ കൊടുക്കുമ്പം ചാമൂഹിയാണൊന്നും ചെയ്യാതെ സൈലന്റ് ആയിട്ടിരിക്കും. അതോടെ ഡൊറാമിയും നീ ഒരു പേടി തൊണ്ടിയാടി എന്നറിഞ്ഞ് അവൾ കല്ലെടുത്ത് ഹിറോയെ നോക്കി ഒറ്റരെറിയങ്ങെറിയും. അതിനുശേഷം ചാമുഹി നോക്കുമ്പോഴാണ് സത്യത്തിൽ ഇവള് കല്ലൊന്നും എറിഞ്ഞു കാണത്തില്ല. പക്ഷെ അവള് കുറച്ച് സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവനാണ് ഇവളെ കണ്ട് പേടിച്ചിട്ട് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം അവിടേക്ക് വരുന്ന ഹോജിനോട് ഇവള് കുറച്ച് സമയം മുമ്പ് ഡൊറാമി ഒരു കല്ലെടുത്തെന്ന് ആ ഹീറോയെ എറിയാൻ വേണ്ടി പറഞ്ഞെന്നറിയും. പക്ഷെ ഇവള് ചെയ്യാത്തോണ്ട് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ വിജയിച്ച് ഇവളാന്നറിഞ്ഞ് അവളെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവൾക്ക് ആ ഹീറോയെ എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പം അവനാണ് ആദ്യം തൊട്ട് ഹീറോയ്ക്ക് ഇവളുടെ കൂടെ ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പറയും. അങ്ങനെ അത് കേട്ട് അവളാണ് വിഷമിച്ച് എങ്കിൽ പിന്നെ ആദ്യമേ നിനക്കും അറിയായിരുന്നു അവൻ എന്നെ വെറുക്കുമായിരുന്നെന്ന്. അപ്പൊ ഇന്നലെ ഞാൻ നിന്നോട് അവന്റെ കൂടെ കുറെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നു പറഞ്ഞപ്പോഴൊക്കെ നിനക്ക് ചിരി വന്നു കാണുമല്ലേ എന്നിന് ഇവളിവനോട് ദേഷ്യപ്പെട്ടിട്ട് ഇവള് മൊത്തത്തിൽ മണ്ടിയായി പോയെന്നറിഞ്ഞ് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഹോജിൻ മറ്റേ ഹീറോയെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവനാണ് ഇവനെ സമ്മാനപ്പെടുത്താൻ വേണ്ടി ഡയറക്ടർ ഇങ്ങോട്ട് പറഞ്ഞയച്ചാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഹോജിനും കണ്ണാടിയെ കണ്ടിട്ട് നല്ലോണം കണ്ണാണാൻ പറ്റത്തില്ലെന്നാണല്ലോ തോന്നുന്നത്, ചുമ്മാ അല്ല കോണ്ടാക്ട് ലെൻസ് ഇല്ലാതെ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. വേണേ ഒന്നും കൂടെ തപ്പി നോക്ക് സത്യത്തിൽ കോണ്ടാക്ട് ലെൻസ് വേറെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്, കാരണം പിന്നീട് വിഷമിക്കല് എന്നിന് അവൻ എന്തോ ഒരു ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വയ്ക്കും. അങ്ങനെ അതോടെ ഹീറോ അവന്റെ സെക്രട്ടറി പറഞ്ഞയച്ച് അവന്റെ കോണ്ടാക്ട് ലെൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഷൂട്ടിങ്ങിന് തയ്യാറാകും. അതിൽ തന്നെ മനസ്സിലായി അവൻ കോണ്ടാക്ട് ലെൻസ് വേറെ ഇല്ലെന്ന് ചുമ്മാ കള്ളം പറഞ്ഞാണ്. അങ്ങനെ അതിനുശേഷം ഹോജിനും ചാമുഹിയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പം അവളാണ് അവളുടെ ഫാൻസുമായിട്ടൊക്കെ ഇരുന്ന് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് അവനും അവരെല്ലാം പോയതിനു ശേഷം അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ ഫോൺ എന്തിനും ഓഫ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളെ കണ്ടെത്താൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ് വീണ്ടും ഇവളുടെ വായിന്ന് വഴക്കൊല്ലി ഇവന് കേൾക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് ഷൂട്ടിംഗ് ഇപ്പൊ തന്നെ സ്റ്റാർട്ടായി അതുകൊണ്ട് ഇപ്പൊ പോകാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ചാമുഹിക്കൊന്നും മനസ്സിലാവാതെ ഒരേശ കോണ്ടാക്ട് ലെൻസോടെ അവന് പുറത്ത് കണ്ടതുകൊണ്ടാണോ അവൻ നാണം കിടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഷൂട്ടിങ്ങിന് ഓക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഹോജിനാണ് അവനൊന്നും ചെയ്യാത്ത പോലെ അവൻ ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറയും. ഇനിയിപ്പോ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവൾ അവനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെയാണോ ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവൾ ഇഷ്ടപ്പെടാത്ത ഒരാളോട് അവൾക്ക് നല്ലോണം ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ ഇവളുടെ ആന്റി അങ്കിളിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതല്ലെന്ന് അറിഞ്ഞ് അവൾക്ക് ഇത് ശീലമായിപ്പോയെന്ന് പറയും. അപ്പോഴാണ് ഹോജിനും ഡൊറാമി ആ കല്ലെടുത്ത് ഹീറോ എറിയാൻ പറഞ്ഞപ്പോൾ ഇവൾക്ക് എറിയാൻ തോന്നിയില്ലെങ്കിലും ആ കല്ലെടുത്ത് അവന്റെ അടുത്തേ ചെന്ന് പേടിപ്പിച്ചായിരുന്നെങ്കിൽ അത് പൊളിച്ചതിനെന്ന് ഇവൻ പറയും. അതുകൊണ്ട് ഇനി ഇവൾക്കെല്ലാം അങ്ങനെല്ലാം പറയാനുണ്ട് ഇവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവൾക്ക് വിശ്വസിക്കാനൊക്കാതെ ഇവള് ചീത്തയൊക്കെ വിളിച്ച് ഇവൻ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിക്കും. കാരണം മുമ്പ് ചീത്തയൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ലെന്നല്ലേ അന്ന് പറഞ്ഞതെന്ന് ഇവനോട് ചോദിക്കുമ്പോൾ അവൻ ഈ തവണ ഇവൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാന്ന് പറയും. അപ്പോഴാണ് അവളും ആ ഹീറോ പറഞ്ഞ കുറച്ച് വാക്കൊക്കെ ഇവളോ ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത് അത് കാരണം ഷൂട്ടിങ്ങിനെല്ലാം തടസ്സം വരുന്ന പേടിച്ചിട്ടല്ലേ ഇവൻ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവനും സങ്കടത്തി അതുകൊണ്ടൊന്നല്ല ആ ഹീറോ അങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഇവന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമമെന്ന് പറയും. അപ്പോഴാണ് അവളും കുറച്ച് സന്തോഷത്തി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇമോഷൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇമോഷൻ വന്നുവെന്ന് അവൾ ഇത് കാരണം ഇവനെ ഇപ്പൊ ക്ഷമിക്കുമെന്ന് പറയും. അതിനുശേഷം അവൻ അവളെ ഷൂട്ടിങ്ങിന് തയ്യാറാൻ വേണ്ടി ഇറക്കി വിടുമ്പം അവള് പോകുന്ന മുമ്പേ ഹാർട്ട് ഷേപ്പ് കാണിച്ച് ഇവന് താങ്ക്സ് പറയും. അങ്ങനെ അതോടെ അവൻ അതി മൊത്തത്തെ അങ്ങ് വീണു. അങ്ങനെ അതിനുശേഷം ഇവരുടെ ഷൂട്ടിംഗ് കണ്ടിന്യൂ ആകുമ്പോഴാണ് ഹീറോ ഇവളെ കണ്ട് കുറച്ച് സംസാരിക്കാൻ നാണക്കേടോടൊക്കെ ഇരിക്കും. കാരണം ഇവൻ കള്ളം പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി കാണും. പക്ഷെ അവളാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ഇവന്റെ അടുത്തേക്ക് അടിക്കുന്ന പോലെ വന്നിട്ട് പെട്ടെന്ന് അവന് ഹാർട്ട് ഷേപ്പ് കുളമായതുകൊണ്ട് ഇത് ഇവന് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിലൊക്കെ സംസാരിച്ചിട്ട് പോകും. അങ്ങനെ അതിനുശേഷം ഇതൊക്കെ പ്രൊഡക്ഷൻ ടീം കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ചാമുഹിയുടെ ഫേസിൽ എന്ത് ഇത്ര സന്തോഷം എന്ന് പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ഇവരൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിന്റെ കാരണം ഹോജിന് മാത്രമേ മനസ്സിലാത്തുള്ളൂ. കാരണം അവളെ കുറിച്ച് ആ ഹീറോ സംസാരിച്ചൊക്കെ അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യാത്തോണ്ട് അവളിപ്പോ അതൊക്കെ വെച്ച് ഭയങ്കര സന്തോഷത്തിരിക്കുക. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഹോജിന് ആ ഹീറോയുടെ മനസ്സ് മാറ്റിപ്പിച്ചത് അവനൊരു ഐസ് ഹോക്കി മാച്ചിന്റെ ടിക്കറ്റ് കൊടുത്തിട്ടാണ്. കാരണം ഇതിനു മുമ്പ് കാനഡ വന്നപ്പോഴും ആ മത്സരം കാണാനുള്ള അവസരം അവന് കിട്ടിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും ഈ ടിക്കറ്റ് അവന് തന്ന ആ ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്ത് താങ്ക്സ് പറയുമ്പം അവരാണ് കൊറിയൻ സ്നാക്സ് ഇവൻ കൊണ്ടുവന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവർ സന്തോഷത്തിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹീറോയും മത്സരമൊക്കെ കണ്ടിട്ട് അവനെ സെൽഫിയെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവന്റെ സെക്രട്ടറിയാണ് ഈ ടിക്കറ്റ് കിട്ടിയതുകൊണ്ടാണോ ഇവൻ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറായും ചോദിക്കും. അപ്പോഴാണ് അവനും അതുകൊണ്ടൊന്നല്ല ആരേലൊക്കെ എന്നോടും സംസാരിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തേന്ന് പറഞ്ഞ് അവനും കുറച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവനും വീണ്ടും ആ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് ഇവൾ ഹാർട്ട് ഇവന് കൊടുത്തപ്പോൾ പെട്ടെന്ന് അവന്റെ ഹാർട്ട് ബീറ്റാണ് സ്പീഡ് ഇടിക്കാൻ തുടങ്ങും. അതോടെ അവന് ഷോക്കായി സോംബി വൈറസ് അവന് പകർന്നോന്ന് അറിഞ്ഞ് അവൻ ഇവിടെ ടെൻഷനാകും. അതിനുശേഷം ഇവരുടെ ഷൂട്ടിങ്ങും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് ചാമൂഹിയാണ് ഇവന്റെ കൂടെ ഒരുമിച്ച് കറങ്ങിയാലും അവൾ ഹോജിനായിട്ട് കറങ്ങുന്ന പോലെയാണ് ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഒക്കെ ഹീറോയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത് ഇത് അടിപൊളിയാണെന്ന് അവന്റെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇവര് ഡാൻസ് അതെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി മൂഡ് ഇരിക്കുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടറാണ് ആ ഹീറോ വളിച്ച് തമാശ പറഞ്ഞാലും ചാമൂഹി പൊട്ടി ചിരിക്കുവാണല്ലോ എന്നറിഞ്ഞ് അവൾക്ക് ചിരി വരാതെയും അഭിനയിക്കുവാണ് അവള് പക്ക നടിയാന്നറിഞ്ഞ് അവളെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഷൂട്ടിങ്ങിന് ശേഷം ഹീറോയുടെ സെക്രട്ടറിയാണ് അടുത്ത്
അടുത്തേക്ക് വന്നിട്ട് ഇവ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കത്തില്ലല്ലോ, പിന്നെ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് എന്തിനാ ഇവൻ കുറെ കഴിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനായിട്ട് കഴിച്ചൊന്നുമില്ല, മറ്റേ സോംബികൾ വാങ്ങിച്ചെന്നപ്പോ ഇവൻ അറിയാതെ കഴിച്ചോയതാന്ന് പറയും. കൂടാതെ ചാമൂഹിയോട് കുറെ റൂഡായിട്ട് സംസാരിച്ചാലും അവൾ എപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനൊന്നും പിടിയിടുന്നില്ലെന്ന് പറയുമ്പം ഇവന്റെ സെക്രട്ടറിയും അതിനർത്ഥം അവൾക്ക് ചിലപ്പോൾ ഇവനെ കുറെ ഇഷ്ടമുള്ളതുണ്ടായിരിക്കും എന്ന് പറയും. അതുകൊണ്ട് അവൾ ആക്ട് ചെയ്യാതെ ഒരു ഡേറ്റിംഗ് ആയിട്ട് കണക്കൂട്ടി എൻജോയ് ചെയ്യുന്നെന്ന് പറയുമ്പം ഇവനാണ് ഇവൾ പറയുന്ന അതേപോലെ വിശ്വസിച്ച് എങ്കിൽ പിന്നെ അവൾക്ക് ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനും കുറെ ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് അവൻ നൈസിന് ചാമൂഹ്യ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഡയറക്ടറാണ് എന്തോ മോനെ നോക്കുന്നേന്ന് അവനെ നോക്കി കളിയാക്കിയിട്ടൊക്കെ പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹോജിനും ആ മോണിറ്റർ നോക്കുമ്പോഴാണ് ഇവൾ അവിടെ നിന്ന് 4 ഇലയുള്ള ലക്കി ലീഫ് കണ്ടെത്തുന്ന കാര്യം അവൻ മനസ്സിലാക്കും. അങ്ങനെ അത് കണ്ടോണ്ട് അവനും ഇവൾക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് എക്സൈറ്റ്മെന്റിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവൾ ഒരു ഇല കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് സന്തോഷി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവർ സൺസെറ്റ് കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ചാമൂഹിയാണ് അവൾ ഇതിനു മുമ്പ് സൺസെറ്റ് കാണുമ്പോഴൊക്കെ ഒറ്റയ്ക്കായതുകൊണ്ട് വിഷമിക്കാറുണ്ട്. പക്ഷെ ഇവൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട ആൾ കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഈ സൺസെറ്റ് കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്നറിയും. അങ്ങനെ ഈ ഡയലോഗ് ഹീറോയുടെ അടുത്തിരുന്ന് പറഞ്ഞാലും അവൾ ഉദ്ദേശിച്ചത് ഹോജിനെ കുറിച്ചാണ്. അങ്ങനെ അവന്റെ കൂടെ ഡേറ്റ് എന്നല്ല ആലോചിക്കുന്നുണ്ട് ഇവളുടെ ഫേസ് സന്തോഷമുള്ള. അതിനുശേഷം അന്ന് രാത്രി ഡയറക്ടറാണ് ഇവളോട് പ്രൊഡ്യൂസർ ഒരു കാര്യമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി അതുകൊണ്ട് വേറൊരു പ്രൊഡ്യൂസറായിരിക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ചാമൂഹിയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവരാണ് വലിയ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അവരുടെ പേഴ്സണലായിരിക്കും എന്ന് പറഞ്ഞ് എന്തായാലും ഈ കാര്യം വേറെ ആരും അറിയേണ്ടെന്ന് പറയും. അതിനുശേഷം അവളാണ് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ നാളെ നോർത്തേൺ ലൈറ്റ്സ് ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ അതാലോചിച്ച് ടെൻഷൻ ആയിട്ടിരിക്കുമ്പം അവരാണ് അതൊന്നും ക്യാൻസൽ ആവത്തില്ലെന്ന് പറഞ്ഞ് അവിടെ തീർച്ചയായിട്ടും പോകുമെന്ന് പറയും. പക്ഷെ ആകാശത്ത് ആ കളർ ലൈറ്റ്സ് കാണുന്നതൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് ഇവർക്കിപ്പോൾ കാണാൻ വല്ല ചാൻസ് ഒന്നും കാണത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ചാമൂഹിയാണ് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം നാളെ എന്തായാലും ഷൂട്ടിംഗ് ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവന്റെ അടുത്ത് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്, അവൾ കുടിക്കാൻ വേണ്ടി വരാന്ന് പറയും. അപ്പോഴാണ് അവൻ ഇവളെ റൂമിലേക്ക് വിളിക്കുമ്പം ഇവൾ ഹോജിനെ കാണാൻ വേണ്ടിയാ അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോലെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് ചെന്ന് കുറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കും. അങ്ങനെ കുറെ ഡ്രസ്സ് മാറ്റി നോക്കിയിട്ട് അവസാനം അവൾ ഡ്രസ് ചൂസ് ചെയ്ത് അവിടേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴാണ് മാനേജർ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ അവൻ മാത്രമേ ഉള്ളെന്ന്. അതുകൊണ്ട് അവൾ അപ്സെറ്റായി. ഇത് മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ ഡ്രസ്സ് മാറ്റാൻ ഇത്ര സമയം എടുക്കത്തില്ലായിരുന്നു പറഞ്ഞ് അവള് ഹോജിനെ അവിടെ പോയെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം അവൻ പുറത്ത് വായിക്കാൻ വേണ്ടി കുറച്ച് ബുക്സ് വാങ്ങിക്കാൻ പോയതാ. അപ്പോഴാണ് അവനും ഇവനറിയാവുന്ന മറ്റേ മിസ്റ്റർ കിമ്മിന്റെ കുറെ ബുക്കൊക്കെ ഇവിടെ വിൽക്കുന്നിട്ട് ആ മെസ്സേജ് ഇങ്ങേര് മൊത്തത്തിൽ ഫേമസ് ആയെന്ന് പറയും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇന്ന് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ചാമൂഹി അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സിനെ കുറിച്ച് പറഞ്ഞാലോചിച്ച് അവനത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതിനുശേഷം ഇവിടെ ചാമൂഹിയും അവൻ വരുന്നവരെ അവന്റെ കണ്ണാടിയൊക്കെ ഇട്ട് ബുക്ക് വായിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഹോജിനാണ് അവൻ തിരിച്ച് റൂമിലേക്ക് വരും. അങ്ങനെ അത് കണ്ട് അവൾ ചെറിയ പേടിയോടെ അവൾ മാനേജറായിട്ട് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേളെന്ന് പറയും. പക്ഷെ അവൻ എപ്പോഴേ ഫിറ്റായി സോഫയെ കടന്ന് ഉറങ്ങുമെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവനാണ് ഇവന്റെ കണ്ണാടി തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണ് ആ കാര്യം തന്നെ മറന്നുപോയിട്ട് ഇവൻ എന്തെങ്കിലും തുറിച്ചെന്ന് നോക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് പോകും. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് അവളും കൊച്ചെല്ലാം കുറെ സമയമായിട്ട് എന്നെ തന്നെ നോക്കുവാണല്ലോ എന്ന് പറഞ്ഞ് ഇവളോട് സംസാരിക്കണ്ടേ അത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെന്ന് ഇവള് കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് അവൾക്കറിയാൻ വരുന്ന അവന്റെ കണ്ണാടി ഇവളിപ്പോൾ ഇട്ടേക്ക് വന്ന്. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് അവനും ഇവളുടെ ഫോൺ അവിടെ വച്ചിട്ടോ എന്ന് പറയുമ്പം തിരിച്ച് അവന്റെ ഗ്ലാസ് അങ്ങ് വാങ്ങിക്കും. അപ്പോഴാണ് അവളും ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലോയിൽ ഈ കണ്ണാടി ഇട്ടുകൊണ്ട് വന്നോ എന്ന് പറയുമ്പം അവനാണ് ബുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അവൻ ഇവൾക്ക് വായിക്കാൻ തരാമെന്ന് പറയും. ഇത് കേട്ട് അവളും ചുമ്മാ നാണക്കേട് മാറ്റാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് പക്ഷെ എന്നിരുന്നാലും ആ ബുക്ക് ചോദിച്ചാല് ഇപ്പൊ നാണക്കേട് ഇല്ലാതാത്തുള്ളെന്ന് പറഞ്ഞ് ഇവൾക്ക് ആ ബുക്ക് തരാൻ പറയുമ്പം അവനാണ് ചിരിച്ചോണ്ട് അതെടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോകാൻ നോക്കും. അപ്പോഴാണ് ഇവന്റെ ഡോർ ലോക്കായ കാര്യം അറിയാൻ വരുന്നത്. പക്ഷെ അളിയൻ താക്കോലാണ് എടുത്തില്ല. അതുകൊണ്ട് ഇവളുടെ മാനേജറിനെ വിളിച്ചു നോക്കുമ്പം അവൻ അവിടെ ഫിറ്റായി ബോധമില്ലാതെ കിടക്കുക. അതുകൊണ്ട് ഇവളുടെ ഫോണൊന്നും എടുക്കത്തില്ല. അതിനേശ് ഹോജിനും താഴെ ആരും ഇല്ല, അതുകൊണ്ട് ഇവൻ എങ്ങനെയൊക്കെ പോയിക്കോളെന്ന് പറഞ്ഞ് ഇവളെ തിരിച്ച് റൂമിലേക്ക് പോകാൻ പറയും. അപ്പോഴാണ് അവളും തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവളുടെ താക്കോല് റൂമിനകത്താന്ന് പറഞ്ഞ് അവൾ അറിയാതെ ലോക്ക് ചെയ്തോ എന്ന് പറയും. ഇത് കേട്ട് അവൻ ആദ്യം തമാശ എന്ന് വിചാരിക്കുമ്പം പിന്നീട് മനസ്സിലാവും ഇവൾ അവനെ പോലെ പെട്ടടക്കുവാന്ന്. അതുകൊണ്ട് രണ്ടുപേരും അവനും താഴത്തെ സോഫയെ കിടക്കാൻ വേണ്ടി വരുമ്പം ഇവളെ മറ്റേ ലേഡി ഡയറക്ടറിനെ റൂമിൽ ചെന്ന് കിടക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടെ നിന്ന് പോയിട്ട് അവള് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് അവൾക്കിനി അടുത്തുള്ളവരെ ശല്യപ്പെടുത്താൻ വയ്യെന്ന് പറയും. എന്നിട്ട് അവളും യഥാർത്ഥത്തിൽ ആ ബുക്ക് വായിച്ചൊന്നുമില്ല, അതുകൊണ്ട് ആ ബുക്ക് എന്തിനെ കുറിച്ചാന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവനും ഒരു ത്രില്ലർ ബുക്കാന്ന് പറഞ്ഞ് ആ ബുക്കിന്റെ കഥയിൽ ഒരു കൊലപാതകം നടക്കും, പക്ഷെ അവസാനം കില്ലർ ആരും ഇല്ലെന്ന് പറഞ്ഞ് സോൾവ് ആകുമെന്ന് പറയും. ഇത് കേട്ട് അവളാണ് അവസാനത്തെ ട്വിസ്റ്റൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങനെ കഥയൊക്കെ ഇവൾ വായിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പം അവനിവൾ തീർച്ചയായിട്ടും ആ ബുക്കൊക്കെ ഇനി വായിക്കുവാൻ ചോദിക്കും. കാരണം ഇവള് ചുമ്മാ വായിച്ചെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവനും ആ ബുക്കിന്റെ സ്റ്റോറി എല്ലാം ഇവൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് രാത്രി ഫുൾ ഇവിടെ തന്നെ കടന്നുറങ്ങിപ്പോയെന്ന് മനസ്സിലാക്കും. അപ്പോഴാണ് ഇവനിങ്ങനെ അടുത്തിരിക്കുന്നുണ്ട്. ഇവളുടെ മാനേജർ ചെന്ന് ഇപ്പൊ വിളിക്കാന്ന് പറയുമ്പം അവനാണ് അവന്റെ കൂടെ മാർക്കറ്റ് വരെ വരുന്നതെന്ന് പറഞ്ഞ് ഇവളെ കൂട്ടിന് വിളിക്കും. അങ്ങനെ അതിനുശേഷം ഇവ രണ്ടുപേരും കൂടെ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവളാണ് ഒരു ഏനയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ നോക്കുമ്പം അവിടുന്ന് ഒരു അമ്മുമ്മയും അതിലേ പോയാൽ പിന്നെ നല്ലതൊന്നും നടക്കത്തില്ല മോളെന്ന് പറഞ്ഞ് അവളെ
അവൾ അഡ്വൈസ് ചെയ്യും. അങ്ങനെ അതിനെ ഇവരൊരു കടയിലേക്ക് വരുമ്പം അവൾ അമ്മൂമ്മ എന്തോ പറഞ്ഞെന്നറിഞ്ഞ് ഇവനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പം ഇവൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞ് അവൾക്കൊരു പിടിയില്ലായിരുന്നു പറയും. അതുകൊണ്ട് ആ ശാപെല്ലാം കിട്ടിയെങ്കിൽ ഉപ്പെടുത്ത് ഇവളുടെ തലയിട്ട് അതൊക്കെ ഇല്ലാതാക്കാൻ പോകുമെന്ന് അറിയുമ്പം അവനാണ് ഇവള് ചെയ്താലും ചെയ്യും, കാരണം ഇവള് ലക്കി ലീഫൊക്കെ കണ്ടെത്തുന്ന അവൻ കണ്ടായിരുന്നു അറിയും. അപ്പൊ അവള് സന്തോഷത്തിൽ ആ നോർത്തേൺ ലൈറ്റ് കാണാൻ വേണ്ടിയ ഇവളെ ലക്കി ലീഫൊക്കെ കളക്ട് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ 7 കണ്ടെത്താൻ ഇവളുടെ പ്ലാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ ആകെ 5 കിട്ടിയോളെന്ന് പറയുമ്പം അവനാണ് ചിരിച്ചിട്ട് എങ്കിൽ പിന്നെ 7 കണ്ടെത്തില്ല, ആ നോർത്തേൺ ലൈറ്റ് കാണാൻ പറ്റാത്തതിന് ഇവളാണ് കുറ്റക്കാരും ചോദിക്കും. അപ്പോഴാണ് അവൻ പറഞ്ഞു കേട്ട് അവളും ഓ അതെന്തൊരു വർത്തമാനോ, നീ ഇപ്പൊ ഈ ഡയലോഗ് ഇറക്കിന് പകരം എന്നെ കംഫോർട്ടായിരുന്നു ചെയ്യേണ്ടത്. അതായത് തീർച്ചയായും ബാക്കിയുള്ള ഇലകൾ കണ്ടെത്തും, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നിങ്ങനെയല്ലേ നീ പറയണ്ടേ, അങ്ങനത്തെ ചിയറിംഗ് ആണ് എനിക്കിപ്പോ വേണ്ടത് എന്നിന് ഇവളും പറയുമ്പം അവനാണ് എത്ര ചിയർ ചെയ്താലും ആകാശത്തെ ലൈറ്റൊക്കെ ആ തനിയെ വന്നാലേ ഉള്ളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾ കണ്ടെത്തിയ ലക്കി ലീഫ് ഇവൾക്ക് പവർ തരട്ടെ എന്നറിഞ്ഞ് അവൻ ഈ ചിയറൊക്കെ മതിയെന്ന് ചോദിക്കുമ്പം അവളും ഇവൻ ഇതൊന്നും വിശ്വാസമില്ലെന്ന് മനസ്സിലാക്കി എങ്കിൽ പിന്നെ ഇവൾ ആ നോർത്തേൺ ലൈറ്റ്സിനെ കൊണ്ടുവരും എന്ന് പറയുമ്പം അവന് സന്തോഷത്തിൽ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവനും ഇവളെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവനൊരു സ്ഥലം വരെ പോകുമ്പം ഇവനാണ് തിരിച്ചു വരാനുള്ള വഴി മറന്നു പോകും. അതുകൊണ്ട് ഇവളെ ഫോൺ വിളിച്ച് അവനിപ്പോ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവളാണ് ഇവൻ വഴി കണ്ടെത്തുന്നത് കുറച്ച് മോശമാണെന്ന് അറിഞ്ഞ് അവളും അടുത്തുള്ള ടവറിന്റെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവൾ അവനെ അന്വേഷിച്ച് അവിടേക്ക് വരാന്ന് പറയും. അങ്ങനെ അതോടെ അവള് സന്തോഷത്തിൽ ഇവനെ കണ്ടെത്താൻ വേണ്ടി അവിടേക്ക് സ്പീഡ് ഓടിച്ചെല്ലുമ്പം ആ സമയത്തായിരിക്കും ഇവരുടെ പ്രോജക്റ്റിന് വേണ്ടി വന്ന് പുതിയ പ്രൊഡ്യൂസർ ജീസിയോനും ഹോജിനെ കണ്ട് അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ കണ്ട് സംസാരിക്കുമ്പം അവിടേക്ക് വരുന്ന ചാമുഹിയാണ് ഇവൻ അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവൾ അപ്സെറ്റായി അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവരാണ് ഇവളെ കാണുന്നത്. അങ്ങനെ അതിനെ ഇവരൊക്കെ ഒരുമിച്ച് കാറി പോകുമ്പോഴാണ് ജീസോനാണ് തണുപ്പായതുകൊണ്ട് ഒരു ടാക്സി പിടിക്കാൻ പോയപ്പോഴാ ഇവനെ പെട്ടെന്ന് കണ്ടേന്ന് പറയും. അപ്പോഴാണ് അവനും ഇവൾക്ക് രാത്രിയിലെ തണുപ്പ് ഫീൽ ചെയ്യാണ്, ഇവനോട് സഹായം ചോദിച്ചാൽ ഇവൻ വേറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ടരെന്ന് പറയും. അങ്ങനെ അവരുടെ സംസാരം പുറയുന്നേക്കുന്ന ചാമുഹിയാണ് ഇവർ തമ്മിൽ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അറിഞ്ഞ് അവൾ സൈലന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അടുത്ത് നിന്ന് ഡൊറാമയാണ് ആ അമ്മൂമ്മ നിന്നോട് പറഞ്ഞല്ലേ ഏണിയുടെ നടുക്കൂടെ പോയ നിനക്ക് നല്ലത് നടക്കത്തില്ലെന്ന്, ദാ നിന്റെ ദുരന്തം ഇപ്പൊ തന്നെ തുടങ്ങി. പാവ എന്റെ മോള് ഇന്നലെ റൂമിന്റെ താക്കോല് കളഞ്ഞോ എന്ന് കള്ളം പറഞ്ഞില്ല അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത, പക്ഷെ ഈ സന്തോഷമെല്ലാം പോയല്ലേ എന്നിനെ ഡൊറാമി പറയുമ്പോഴാണ് നമ്മൾ അറിയാൻ വരുന്ന ഇന്നലെ രാത്രി സത്യം പറഞ്ഞ താക്കോൽ ഇവളുടെ തന്നെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ കള്ളം പറഞ്ഞ്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഡൊറാമിയും കല്യാണം നടക്കാമോ സമയത്ത് ഇവൾക്ക് എന്ത് ഇവിടെ ജോലി എന്ന് നേരിട്ട് തന്നെ ആ ജീസനോട് ചോദിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ചാമുഹി സൈലന്റ് ആയിട്ടിരിക്കുമ്പം പെട്ടെന്ന് ഡൊറാമി ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് നിനക്കെന്തോടി കല്യാണത്തിനൊന്ന് പോകാൻ വയ്യെന്നറിഞ്ഞ് അവളിങ്ങനെ ചോദ്യം ചെയ്യുമ്പം പെട്ടെന്ന് ചാമുഹിയും അവൾ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഇവൾക്ക് ഇത് എന്തോ പറ്റിയും ചോദിക്കുമ്പം അവളാണ് ടെൻഷനായിട്ട് ഈ ആഴ്ച കണ്ടല്ലേ നിങ്ങളുടെ കല്യാണം എന്നറിഞ്ഞ് ഇവിടെ വന്ന കല്യാണം എങ്ങനെ നടക്കും ചോദിക്കും. അപ്പോഴാണ് ജീസനും കുറച്ച് നെർവസ് ആയി ഇവിടെ ജോലിക്ക് കുറച്ച് അത്യാവശ്യതുണ്ട് ആ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അങ്ങനെ അതിനുശേഷം ജീസോനും ആ ഹിറയെ കാണുന്നറിഞ്ഞ് അവന്റെ ഹോട്ടലിൽ ഇറങ്ങുമ്പം ചാമുഹിയും അവളെ പിക്കപ്പ് ചെയ്യാൻ മാനേജർ എന്നറിഞ്ഞ് ഇവരെ പിന്നെ പതി വരാൻ പറയും. അതിനുശേഷം അവൾ ഹോജിനോട് ഇവൾ വരുന്ന കാര്യം മുമ്പേ അറിയായിരുന്നെന്ന് ചോദിക്കുമ്പം അവനാണ് അറിയത്തില്ലായിരുന്നു അറിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകും. അതിനുശേഷം അവൻ അകത്ത് വെച്ച് കല്യാണമായിട്ട് ഇവളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പം അവളെ ആലോചിച്ച് നോക്കും. സത്യം പറഞ്ഞ ഇവളുടെ ചേട്ടനായിട്ടുള്ള കല്യാണം നിർത്തിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നത്, കാരണം കല്യാണം എന്തിനാ ചെയ്യുന്നതെന്ന് അവന്റെ ചേട്ടനോട് ചോദിച്ചപ്പോൾ അവൻ ഇവള് ചോദിച്ചോണ്ട് മാത്രം അവൻ സമ്മതിച്ചതെന്ന് ഒരു റീസൺ പറഞ്ഞാണ്. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ ഹോജിനോടൊന്നും പറയാതെ അവൾ വെച്ച് ടയേർഡാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ പുറത്ത് വെച്ച് ചാമുഹി മറ്റേ ഹിറയെ കണ്ടുമുട്ടുമ്പോഴാണ് അവളാണ് ഇവനെ കാണാൻ വേണ്ടിയ അവിടെ രണ്ടുപേര് പോയേക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനെ കാണാൻ വേണ്ടി ഇവൾ ഇത്ര എന്തോ ഒരു യാത്ര ചെയ്ത് ഒന്നേക്കോണെന്ന് പറഞ്ഞ് അവൻ തെറ്റിയിരിക്കും. അതോടെ ചാമുഹിയും ഇവൻ എന്ത് തേങ്ങയാ സംസാരിക്കുന്ന പറഞ്ഞ് അവൾക്കൊന്നും മനസ്സിലാകാതിരിക്കുമ്പം അവനാണ് കണ്ടപ്പോ തന്നെ ഇങ്ങനെ പ്രണയത്തിൽ വീഴുന്നൊന്നും അവന് വലിയ താല്പര്യമില്ലെന്ന് പറയും. പക്ഷെ ഇവളാണ് അവൾക്ക് വലിയ സംസാരിക്കാൻ മൂടുന്നില്ലെന്ന് പറഞ്ഞ് ഇവനവന്റെ പണി നോക്കാൻ പറയുമ്പം അവനും ഇവൾ എന്തായാലും അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഒന്ന് അടുത്തേക്ക് ഇരിക്കും. അപ്പോഴാണ് അവളും നാളെ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോകുന്നുണ്ട്, അത് ലക്ക് ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ അതിനുവേണ്ടി ലക്കി ലീഫൊക്കെ കളക്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ കാണണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഇപ്പൊ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് ഇനിയിപ്പോ നോർത്തേൺ ലൈറ്റ്സ് വന്നാലും അവൻ അവളായിട്ട് കാണാൻ ആഗ്രഹിക്കത്തുള്ളെന്ന് വിചാരിച്ച് ഇവളിപ്പോ ആ ലൈറ്റ് വരാതിരിക്കാനാ പ്രാർത്ഥിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവളും ഇവള് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിലും കേട്ടിരുന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിരുന്നിട്ട് ഇവനും ആകെ അവൾ പറഞ്ഞ് 2-3 വാക്ക് മാത്രമേ ഇവന് മനസ്സിലായി കാണത്തുള്ളൂ. അതുകൊണ്ട് ഇവൾ എന്താലോചിച്ചായിരിക്കും അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഇവിടുന്ന് കുറെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.